കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എക്സസൈസ് 8.3 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിനി 3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് 10th ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. The population of a place increased to 54,000 in 2003 at a rate of 5% per annum. Find the population in 2001. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 2003ലാണ് എത്ര. ഇൻ 2003 നമുക്ക് അവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 54,000 തന്നിട്ടുണ്ട്. 2001 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലെറ്റ് ദ പോപ്പുലേഷൻ in 2001 ബി നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? പി ആയിട്ട് എടുക്കുന്നു. അതായത് അത് നമുക്ക് തന്നിട്ടില്ല. എപ്പോഴും നമുക്ക് 1 തന്ന് 2 വർഷത്തിന് ശേഷമുള്ളത് അങ്ങനെ കാണാനാണ് ഇതുവരെ തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് 2003 തന്നിട്ടുണ്ട്, 1 തന്നിട്ടില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? ലെറ്റ് ദ പോപ്പുലേഷൻ ഇൻ 2001 ബി പി ആയിട്ട് എടുത്തു. ഇനി എൻ എന്ന് പറയുന്നത് 2001 2003 തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. N2 പിന്നെ ആർ എന്ന് പറയുന്നത് അവിടെ 5% ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു N ആണ്. ഇതിൽ ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈ A എന്ന് പറയുന്നത് നമുക്ക് 2003 പോപ്പുലേഷൻ അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 54,000 ആണ്. അപ്പോൾ 54,000 ഈക്വൽ ടു ഇവിടെ P നമുക്ക് അറിയില്ല. 1 പ്ലസ് ആർ എന്ന് പറയുന്നത് 5/100 റേസ് ടു N എന്ന് പറയുന്നത് 2. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇത്, അല്ലേ? 2003 എത്രയാണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കാണുക? A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു N. അപ്പോൾ അവിടെ P എന്താണെന്ന് അറിയെങ്കിൽ നമുക്ക് 2003 കണ്ടുപിടിക്കായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? 2003 പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എമൗണ്ടിൻ്റെ പ്ലേസിൽ അത് എഴുതിയത്. ഇവിടെ 2001 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ P ഇൻറ്റു നമുക്കിതെങ്ങനെ മാറ്റി എഴുതാം? 1/20 റേസ് ടു 2 വരും. അപ്പോൾ ഇവിടെ P ഇൻറ്റു ഇതിനെ നമ്മൾ 20 ഇൻറ്റു 1 20 പ്ലസ് 1 എന്ന് പറയുന്നത് 21/20. അത് 2 ടൈംസ് എഴുതുന്നു. 21/20 അത് ഈക്വൽ ടു എന്താണ്? 54,000 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ P ആണ് കണ്ടുപിടിക്കേണ്ടത്. P കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? അതിന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. അതായത് P എന്ന് പറയുന്നത് 54,000 ഇൻറ്റു, അതായത് ഈ 2 20 മുകളിൽ വരും, ഇൻറ്റു 20 ഡിവൈഡ് ബൈ 21 ഇൻറ്റു 21. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് 21 ഇൻറ്റു 21 എന്ന് പറഞ്ഞാൽ 441 ആണ്. ഇതിനെ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4897 ഇത് അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2003 തന്നിട്ട് 2001 കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് നമ്മൾ ലെറ്റ് ദ പോപ്പുലേഷൻ ഇൻ 2001 P ആയിട്ട് എടുക്കുക, എന്നിട്ട് അത് കണ്ടുപിടിക്കുക. അതായത് 3 എമൗണ്ട് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ 3 കാണണമെങ്കിൽ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. P തന്നു സാധാരണ എന്താണ്? P തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2003 എന്താണെന്നുള്ളത് കിട്ടും. ഇവിടെ തരാത്തത് കൊണ്ട് അത് നമ്മൾ P ആയിട്ട് തന്നെ വെച്ചു. എന്നിട്ട് 2003 കിട്ടുന്ന എമൗണ്ട് ഇവിടെ എഴുതി. അതിൽ നിന്ന് ഷോർട്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് P, അതായത് പോപ്പുലേഷൻ ഇൻ 2001 നമ്മൾ എഴുതുന്നു 48979 ആണ്. അടുത്തത് വാട്ട് വുഡ് ബി ഇറ്റ്സ് പോപ്പുലേഷൻ ഇൻ 2005. അവിടെ നമുക്ക് 2003 എത്രയാണ്? P എന്ന് പറയുന്നത് 54,000 ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അതായത് 2003 2005 തമ്മിലുള്ള ഡിഫറൻസ് 2. അപ്പോൾ N എന്ന് പറയുന്നത് 2, ഇവിടെ R എന്ന് പറയുന്നത് 5% ആണ്. പിന്നെ അതാണ് നമുക്ക് കാണേണ്ടത്. വാട്ട് വുഡ് ബി ഇറ്റ്സ് പോപ്പുലേഷൻ ഇൻ 2005. അപ്പോൾ ഇവിടെ A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു N. അപ്പോൾ ഇതിൽ 54,000 ഇൻറ്റു 1 പ്ലസ് ആർ എന്ന് പറയുന്നത് 5/100 റേസ് ടു 2. അപ്പോൾ ഇത് 54,000 ഇൻറ്റു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 21/20 നേരത്തെ ചെയ്തതാണല്ലോ. 5/100 എന്ന് പറഞ്ഞാൽ 1/20 ആണ്. 1/20 1 പ്ലസ് 1/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. ഇതിനെ ക്രോസ് ചെയ്യുക. പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 21/20 2 ടൈംസ് എഴുതുക 20. ഇനി നമുക്ക് ഇതിൽ 2 0 ക്യാൻസൽ ആയി.
ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 2s are 4 7 0 217 കിട്ടി. ഇനി 217 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 135 135 21 ഇൻറ്റു 21 എന്ന് പറയുന്നത് 441 ആണ്. 441 നമ്മൾ എന്ത് ചെയ്യുന്നു 135 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 5 22 22 3 12 13 1 4 4. അപ്പോൾ 5 3 5 9 59535 59535 ആണ് പോപ്പുലേഷൻ ഇൻ 2005. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തത്. അപ്പോൾ 11th question. In a laboratory, the count of bacteria in a certain experiment was increasing at the rate of 2.5% per hour. Find the bacteria at the end of 2 hours if the count was initially 5,06,000. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് നമ്മൾ എന്തെടുക്കുക 50600 ഇത്രയും വന്നു. എൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്രയാണ് അറ്റ് ദ എൻഡ് ഓഫ് 2 hours ആയതുകൊണ്ട് n 2 ആയിട്ട് എടുക്കുക. അതുപോലെ ആർ എന്ന് പറയുന്നത് 2.5%. അപ്പോൾ നമുക്കിവിടെ എ ആണ് കാണേണ്ടത്. എ എന്ന് പറയുന്നത് പി ഇൻറ്റു 1+r/100⁻n ആണ്. അപ്പോൾ പി എന്ന് പറയുന്നത് 5,06,000 ഇൻറ്റു 1+r എന്ന് പറയുന്നത് 2.5/100⁻n എന്ന് പറയുന്നത് അവിടെ 2. ഇനി ഇതിനാ ഇൻറ്റു, അതായത് ഇവിടെ 25/100 എത്രയാണ് 1/4 ആണ്. അപ്പോൾ 2.5/100 ആണുള്ളത്. അതായത് 2.5/100 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോയിന്റ് മാറ്റാൻ വേണ്ടി ഇൻറ്റു 10/10 ചെയ്യും. അപ്പോൾ അവിടെ 250 അതായത് 2.5 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വരും. 25/1000 ആണ് കിട്ടുക. 25/1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എഴുതാം? ഇത് 1/40 എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ 1/40 ആയി. അതായത് ഇവിടെ 2.5/100 ആണ്. ആ പോയിന്റ് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 10 ഒരു പ്ലേസിൽ നമുക്ക് മാറണം. അപ്പോൾ ഇൻറ്റു 10/10 ചെയ്തു. അപ്പോൾ 2.5 ഇൻറ്റു 10 എന്ന് പറയുന്നത് 25 ആയി. 100 ഇൻറ്റു 10 എന്ന് പറയുന്നത് 1000 ആയി. ഇനി 25 നമുക്കറിയാം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ്. അപ്പോൾ ഒരു 0 കൂടിയുണ്ട് 1/40. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/40⁻². അപ്പോൾ ഇവിടെ 5,06,000 ഇൻറ്റു ഇത് 40 ഇൻറ്റു 1 40 പ്ലസ് 1 എന്ന് പറയുന്നത് 41/40. അപ്പോൾ അത് 2 ടൈംസ് എഴുതുക. 41/40 ഇൻറ്റു 41/40. ഇതിൽ നമുക്ക് 0 ക്യാൻസലായി. ഇനി ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 1 അതായത് 5060 ആണുള്ളത്. ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4 10 2 8 6 26 ആവുമ്പം 6 4 24. അപ്പോൾ 20 നമുക്ക് 5 ടൈംസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1265 ആണ് കിട്ടുന്നത്. 1265. ഇനി ഇത് നമുക്ക് എന്തായാലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 5-ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഇതിന് നമ്മൾ 41 ഇൻറ്റു 41 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി? അതിന് ഇൻറ്റു 1265 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2126465 ആണ് കിട്ടുന്നത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് 531616 ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ അതിൽ 12th question. A scooter was bought at ₹42,000. Its value depreciated at the rate of 8% per annum. Find its value after 1 year. ഇവിടെ നമുക്ക് പ്രൈസ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ന് എടുക്കേണ്ടത് A = P × 1+r/100 എന്നുള്ളത് ഇവിടെ എന്താവും? നമുക്ക് 1 - r/100⁻n.
അതായത് ഡെപ്രീസിയേറ്റഡ് എന്ന് തന്നതുകൊണ്ട് വില കുറഞ്ഞു പോവുകയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ആഫ്റ്റർ 1 ഇയർ ആണ്. 1 ഇയറിന് ശേഷമുള്ളത് നമുക്ക് കാണണം. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് എത്രയാണ്? 42,000. ആർ എന്ന് പറയുന്നത് 8%, എൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ 42,000 ഇൻറ്റു 1 മൈനസ് ആർ എന്ന് പറയുന്നത് 8/100 റേസ് ടു 1. അപ്പോൾ ഇവിടെ 42,000 ഇൻറ്റു ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടത്? 1 മൈനസ്, അതായത് 8/100 എന്നുള്ളത് 8/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/25 എന്ന് കിട്ടും. 2/25 4 കൊണ്ട് രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നു. 4 2s are 8, 25 ഇൻറ്റു 4 ആണ് 100. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2/25 ആണ് കിട്ടിയത്. റേസ് ടു 1 ആണ്. അപ്പോൾ ഇവിടെ 42,000 ഇൻറ്റു ഇതെന്ത് വരും? 25 മൈനസ് 2, 25 മൈനസ് 2 ഡിവൈഡ് ബൈ 25 ആണ്. അപ്പോൾ എന്തായി? 23/25. അപ്പോൾ ഇത് 1 ടൈമേ ഉള്ളൂ. അപ്പോൾ 23/25. ഇത് എന്ത് ചെയ്യാം? നമുക്ക് ഇനി 5 കൊണ്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതിനെ 5 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 8 5s are 40, 20ൽ 4 2 0 വരും. ഇനിയും ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. 8 4 0 0 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 5 34ൽ 6 30 ആയി 40. അപ്പോൾ 40ൽ നമുക്ക് എത്ര ടൈം പോകും? അപ്പോൾ 1680 ആണ് വരുന്നത്. 1680 ഇൻറ്റു 23. അപ്പോൾ ഇത് 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. 168 ഇൻറ്റു 23, 24 2 18 22 5 16 1 13 1 3. അപ്പോൾ 4 6 8 38,640 ആണ് വരുന്നത്. 38,640. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. വാല്യൂ കുറയുകയാണല്ലോ ചെയ്തത്. അപ്പോൾ 1 ഇയർ കഴിയുമ്പോൾ സ്കൂട്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 38,640. അപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. കമ്പയറിങ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.